അപ്പോൾ എല്ലാവർക്കും വിജ ടാങ്കിൾ ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ അൺസൺ നറേറ്റീവിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് അനാട്ടമി ഓഫ് എൻഡഗോണിസം. അപ്പോൾ ഇത് അനാട്ടമി ഓഫ് എൻഡഗോണിസം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കഴിഞ്ഞ വർഷം 2025 ഇറങ്ങിയ കിടുക്കൻ വില്ലന്മാർ, നമ്മുടെയൊക്കെ ഇങ്ങനെ അടി കൊടുക്കാൻ തോന്നിയ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞ കുറച്ച് വില്ലന്മാരുണ്ട്. ആ വില്ലന്മാരെ കുറിച്ചാണ് ഈ വീഡിയോ. ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേര്, ഞാനിത് അങ്ങനെ റാങ്കിങ് ഒന്നുമില്ല, ജസ്റ്റ് ഓരോരുത്തരുടെ അടുത്തങ്ങ് സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേര് ജോർജ് സാർ. ഹലോ. പുള്ളി ഭയങ്കര ഫ്രഷ് ഫേസ് ആയിരുന്നു. പുള്ളി വന്നിറങ്ങിയപ്പോൾ തന്നെ ഇപ്പം ബിനു പപ്പുവിൻ്റെ ക്യാരക്ടർ ബെന്നി, ലാലേട്ടൻ നായകനായ ബെൻസ് ഷൺമുഖത്തിന് കാറ് കൊടുക്കാത്തൊരു സിറ്റുവേഷനിൽ ദൈവദൂതനെ പോലെയാണ് ഈ പറയുന്ന ജോർജ് സാറ് വരുന്നത്. സോ അത്രയും ഐശ്വര്യമുള്ളൊരു ഫേസുമായിട്ട് മറ്റേ കൊച്ചിങ്ങനീഫ പറയുന്ന പോലെ ആ ഒരു മോഡിൽ വന്നിറങ്ങി ഒരു ഹലോ പറഞ്ഞൊരു വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് മാലാകയെ പോലെ വന്നിറങ്ങുന്ന ഒരു മനുഷ്യൻ. പിന്നെ പുള്ളി ഒരു കല്യാണ വീട്ടിലോട്ട് പോകുന്നു, അവിടെ ഡാൻസ് കളിക്കുന്നു, അവിടെ പുള്ളിയുടെ സഹപ്രവർത്തകനായ സുധീഷിന് ഉമ്മ കൊടുക്കുന്നു. ബെൻസ് ഷൺമുഖനും ഈ ബെന്നിയും സുധീഷും കൂടെ കാറിൽ പോകുന്നുണ്ട്. അന്ന് സുധീഷിനും പെങ്ങളുടെ കല്യാണത്തിനാണ് ഇവർ പോയത്. അവർ പിന്നെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി, കാട്ടിൽ പോയി. അപ്പോൾ ഈ കാറിലിരുന്നുകൊണ്ട് ഇയാളൊരു കള്ളക്കഥ പറയുന്നുണ്ട് സുധീഷിൻ്റെ പെങ്ങളെക്കുറിച്ച്. സുധീഷ് ഒന്നും മിണ്ടാതിരുന്നത് പുള്ളി ഹയർ ഒഫീഷ്യലായതുകൊണ്ട് മാത്രമല്ല, പുള്ളിയുടെ ഭയമാണ്. ബെന്നി എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ അറിയാം, ഭയങ്കര റൂത്ത്ലെസ് ആണ്, ഭയങ്കര വില്ലൻ തന്നെയാണ്. പക്ഷേ ബെന്നി പോലും പലപ്പോഴും ഈ പറയുന്ന ജോർജ് സാറിൻ്റെ മുമ്പിൽ പതറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഷൺമുഖൻ ലാലേട്ടൻ ചെയ്ത ക്യാരക്ടർ, പുള്ളി ഇടിക്കുന്ന ഓരോ അടിയും ഓരോ ചവിട്ടും തല വെട്ടി പൊളിക്കുമ്പോൾ അത്രയും വയലൻസ് കാണിക്കുമ്പോഴും നമുക്കത് ഹരം കൊള്ളുന്നുണ്ടെങ്കിൽ അത് ആ ആക്ടറിൻ്റെ ഗംഭീര പെർഫോമൻസാണ്. പുള്ളി അത്രയും കൺവിൻസിങ് ആയിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഗംഭീര പെർഫോമൻസാണ്. പിന്നെ ഷമ്മി തിലകനോ അല്ലെങ്കിൽ വിജയരാഘവനോ ഒക്കെ ചെയ്യേണ്ട ഒരു റോളാണിത്. പക്ഷേ ഈ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു നവാഗതനായ ഒരു ആക്ടർ വരുമ്പോൾ അതിലൊരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ 25 വർഷത്തെ പരസ്യ ചിത്ര നിർമ്മാണത്തിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും എല്ലാം കൂടെ കൊണ്ട് പുള്ളി ഒരു ഗംഭീര ഔട്ട്പുട്ടാണ് ഈ CI ജോർജ് മാത്രമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്, ജോർജ് സാറായിട്ട്. സോ അതെപ്പോഴും റിമാർക്കബിൾ പെർഫോമൻസ് ആണ്. അപ്പോൾ അടുത്തത് സ്റ്റാൻലി ദാസ് ഫ്രം കളങ്കാവൽ. ജിതിൻ കെ ജോസ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. എല്ലാ പ്രൊമോഷൻസിലും എല്ലാ ഇൻ്റർവ്യൂസിലും നമുക്കറിയാം, ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ മുതൽ നമുക്കറിയാം മമ്മൂക്ക ഇതിൽ ഒരു വില്ലനി ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഒരു റൂത്ത്ലെസ് ക്യാരക്ടറാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കി ആ സിനിമ കാണാൻ വേണ്ടി പോയത്. പക്ഷെ അങ്ങനെ ഇരുന്ന് കണ്ടിട്ടും ആ മനുഷ്യൻ നമ്മളെ ഞെട്ടിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല അത് വേറൊരു സൂപ്പർ സ്റ്റാർ ചെയ്യും, അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാർ അല്ലെങ്കിൽ അത്രയും സ്റ്റാറിൻ്റെ ഉള്ള ഒരാൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കണ്ടുവരുന്നൊരു കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ വില്ലൻ എന്ന് പറയുന്നത് വിനായകനും മമ്മൂട്ടി നായകൻ പോലീസ്, അതായിരുന്നെങ്കിൽ ആ സിനിമ ഇല്ല. ആ സിനിമ ഒരു സാധാരണ സിനിമയായിട്ട് പോകാനാണ്. ആ സിനിമ നമ്മളെങ്ങനെ ഹുക്ക് ചെയ്തിരിക്കുന്നത് തന്നെ ഈ ഒരു കാര്യത്തിലാണ്. മമ്മൂക്ക ആ വില്ലനിസം ചെയ്തു, അല്ലെങ്കിൽ അത്രയും റൂത്ത്ലെസ്സായ അത്രയും ക്രൂരനായ സൈക്കോപാത്തായ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ക്യാച്ച്. ആ മനുഷ്യൻ അത് എന്താണോ നമ്മൾ പ്രതീക്ഷ പോകുന്നത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തരാൻ ഡെലിവറി ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഫേവറേറ്റ് മമ്മൂക്കയായിട്ട് ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നത്. പുള്ളി ഇനിയും അത്ഭുതപ്പെടുത്തും. പണ്ട് പുള്ളി പറഞ്ഞ പോലെ തന്നെ തേച്ചെടുത്തതാണ്, തേച്ചാൽ ഇനിയും മിനുങ്ങും. ഇതിൽ സിഗരറ്റ് തിന്നുന്ന ഒരു സീനുണ്ട്, അത് കണ്ടവർക്കറിയാം അതിനൊരു ഇമ്പാക്റ്റ്. അപ്പോൾ സ്റ്റാൻലി ദാസിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂത്ത്ലെസ് ആണ്, പുള്ളിക്ക് എമ്പതിയില്ല, പുള്ളിയുടെ ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ശ്രുതി രാമചന്ദ്രനെ കൊല്ലുന്ന സീനിൽ തന്നെ എവിഡൻ്റ് ആണ് കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ പുള്ളി എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം എത്ര സിമ്പിളായിട്ടാണ് അത് ചെയ്യുന്നത്, എത്ര എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ശ്രുതി രാമചന്ദ്രനെ കൊല്ലുന്ന ആ ഫസ്റ്റ് സീനും തന്നെ. പക്ഷേ എനിക്ക് അതിലും ഭീകരമായിട്ട് തോന്നിയത് ഈ പെൺപിള്ളേരെ കൊല്ലുന്നതൊക്കെ ഭീകരത തന്നെയാണ്. പക്ഷേ പുള്ളി സൈനൈഡ് കിട്ടുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഭിക്ഷക്കാരന് കൊടുത്തിട്ട് പുള്ളി തിരിച്ച് വന്ന് പുള്ളിയുടെ മരിച്ചു എന്ന് കൺഫേം ചെയ്യുന്നൊരു സീനിൽ പുള്ളിയുടെ കണ്ണ് നോക്കിയാൽ മനസ്സിലാവും. ഗംഭീരം.
ഈ വർഷം ഞാൻ കണ്ട ഏറ്റവും നല്ല സിനിമകളിലൊന്നും ഏറ്റവും നല്ല പെർഫോമൻസും പുള്ളിയുടെ തന്നെയാണ്. ആസ് എ വില്ലൻ ആയാലും അല്ലാതെ ഇൻഡിവിജ്വലി ഒരു പെർഫോമൻസ് എടുത്താലും അതിൽ എന്തായാലും മമ്മൂക്ക ഉണ്ടാവും, ഈ സ്റ്റാൻലി ദാസ് ഉണ്ടാവും. ഒബ്വിയസ്ലി വിനായകനും നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ഐ ലവ് ഹിം, സ്റ്റാൻലി ദാസ്.